നമ്മൾ 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മറ്റുള്ളവർ ആരും ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ അങ്ങ് വിൻ ചെയ്താൽ നമ്മളെ എല്ലാരും സംശയിക്കും. നമ്മൾ മാജിക് യൂസ് ചെയ്തെന്ന് വിചാരിക്കും. വാ, നമുക്ക് വല്ല ആഹാരവും കഴിച്ചിട്ട് വരാം. നീ വിഷമിക്കണ്ട ഇംലി. നിനക്ക് ഒരപകടവും പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇല്ല വീർ, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. ഈ ബണ്ടി നോർമൽ ബണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതാണ്ട് ഒരു റോബോയെ പോലെ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവന് ഏതോ ഒരു വഴിയിൽ ഡിംബക്റ്റു തന്റെ കൺട്രോളിലാക്കി വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. ബണ്ടിയുടെ ഹെൽമെറ്റില് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ വീർ. എനിക്ക് തോന്നുന്നത് ബണ്ടി അവന്റെ കൺട്രോളിൽ ഇരിക്കാൻ കാരണം ആ ഹെൽമെറ്റ് ആണെന്ന്. എമിലി, ഇനി നീ ഡ്രൈവ് ചെയ്യ്. ഞാൻ പോയി അവന്റെ ഹെൽമെറ്റ് എങ്ങനെയെങ്കിലും ഊരിക്കളയട്ടെ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഞാനീ കൂക്കാത്ത എന്തേ ചെയ്തോണ്ടിരിക്കുന്നത്? റോബോ ബോയ്, എന്താ ഇവിടെ സംഭവിച്ചത്? ചേടാ, ഇതെന്താ ഈ റോബോയുടെ പുറകെ എന്താ എലികളൊക്കെ ഓടുന്നത്? ഏത് തരം എലികളാ? ചുമരിൽ കയറി എത്ര വേഗത്തിൽ അതെല്ലാം ഓടുന്നതെന്ന് നോക്കിയേ. ഇതൊന്നും എലികളല്ല, റോബോട്ടാണ്. അതിനകത്ത് ചെറിയൊരു മോണിറ്ററിൽ എന്റെ ഫോട്ടോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് എന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ട്രാപ്പ് ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കപ്പൂപ്പ. ഓക്കേ വീർ, നീ അവരെ സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ അവരെ പിടിക്കാനുള്ള വല തയ്യാറാക്കാം. ശരി അപ്പൂപ്പ. അപ്പൂപ്പ, എന്റെ ജെറ്റ് പാക്ക് ഡാമേജ് ആയിരിക്കുകയാണ്. എനിക്കിപ്പോ പറക്കാൻ പറ്റുന്നില്ല. റോബോ ബോയ്, എല്ലാ എലികളുടെയും കഥ കഴിഞ്ഞിരിക്കുന്നു. അപ്പൂപ്പന്റെ ട്രാപ്പ് സൂപ്പർ ആയിരുന്നു. I am mad, very very mad. Mother rat, attack! ഇതും വന്നു. അപ്പൂപ്പ, ഇംലി, ചുൾബുൾ, എല്ലാരും മാറി നിക്ക്.
വീർ. ബൈ ബൈ. സോറി കൂട്ടുകാരെ. ചിണ്ടു, നീ നിന്റെ മാജിക് യൂസ് ചെയ്യ, വീടിനെ രക്ഷിക്ക. മാജിക് പവർ ഇല്ലാതെ വീറിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ കൂടെ വാ, വേഗം വാ. ഞാൻ ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് പറക്കാൻ പോവാ. എങ്കിൽ മാത്രമേ ഈ ബൈക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അവന്റെ ബൈക്ക് ഓടിക്കൽ കാണാൻ നല്ല രസമുണ്ട്. ഇനി നീ എങ്ങനെയാണ് രക്ഷപ്പെടുക വീർ? അത് ഞാനൊന്ന് കാണട്ടെ. ചേടാ, ഇതെന്താ കാറ്റിലൊരു ബൈക്ക് പറന്നു വരുന്നുണ്ടല്ലോ? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൂപ്പ, എന്റെ നേർക്ക് പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുക. ബൈക്ക് ഇപ്പൊ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോളിലാണ്. വീർ, ഞാൻ നിന്റെ സ്യൂട്ടിൽ പാരാഷൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം അത് പ്രവർത്തിപ്പിക്കേ. താങ്ക് യു അപ്പൂപ്പ. പാരഷൂട്ട് ഓൺ. രക്ഷപ്പെട്ടു. ഹലോ വീർ, നീ ഇപ്പൊ എവിടെയുള്ളത്? മുകളിലേക്ക് നോക്ക്. ഞാൻ റെയിൽവേ ക്രോസിംഗിന്റെ അടുത്ത് ലാൻഡ് ആകാൻ പോവുകയാണ്. ഈ ബൈക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീ പോയി സ്ട്രോങ് ആയ ഒരു കയർ എടുത്തോണ്ട് വാ. ഒന്ന് വേഗം ചെയ്യ് എമിലി. എമിലി നിക്ക്, ഞാനും വരുന്നു. എമിലി ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ബൈക്കിന്റെ സ്പീഡ് ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നീ ആ കയറ് താഴെ വെച്ചേക്ക്, ഞാനത് എടുത്തോളാം. വീർ, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ആ കയറ് കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള എന്തിലെങ്കിലും കെട്ടിവെക്ക്. അപ്പൊ അതിഭയങ്കര പ്രഷർ ഉണ്ടാകും. അങ്ങനെ ബൈക്ക് ശരിക്കും കുടുങ്ങി നിന്നോളും. എനിക്കിപ്പോൾ ബൈക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റും. സൈഡിലേക്ക് മാറി നിൽക്ക്. വീർ വന്നോണ്ടിരിക്കുക. ഇതിപ്പോ വലിയ ശല്യായല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അവനെ ചവിട്ടി പുറത്താക്കും. നോക്കോ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനൊരു പണി കൊടുക്കാം. അറ്റാക്ക്. ഇതെന്താ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. ഒരുവിധം രക്ഷപ്പെട്ടോ. ഇംലി, നീ എന്റെ അടുത്തേക്ക് വരരുത്. മാറി നിക്ക്. മറന്നുപോയി. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. എന്നെ പിടിച്ചോ. RoboBoy suit on. ഇംലി, നീ അവിടെ തന്നെ നിന്നാ മതി. എന്റെ അടുത്തേക്ക് വരരുത്.
വീർ, ഇപ്രാവശ്യം നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. കാരണം മോന എന്റെ റോബോയാണ്. എന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ പറഞ്ഞയച്ചത്. അവള് നിന്റെ കഥ കഴിക്കും. ഒരു പൂച്ച ഒരിക്കലും എലിയെ വിടാറില്ല. ബൈ ബൈ വീർ. ചിണ്ടു, ഒന്ന് എഴുന്നേൽക്കടാ ചിണ്ടു. ചിണ്ടു, എഴുന്നേൽക്ക ചിണ്ടു. ഈ പൂച്ച എന്റെ കൂടെ കള്ളനും പോലീസും കളിക്കുന്നത് പോലെ കളിക്കോ? ശരി, ഓക്കെ, ഞാനും അതിന്റെ കൂടെ ശരിക്കൊന്ന് കളിച്ചേക്കാം. ഇനി നീ എറിയേ, ഇത് നിന്റെ ടേണാണ്. വൗ, 500. വൗ, സ്മാർട്ട്. ഇനി നിന്നെ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് വലിച്ചെറിയും. ചിണ്ടുവിനെ തേടി കണ്ടെത്തിയെന്നറിയില്ല. ഭാഗ്യത്തിന് എനിക്ക് വേണ്ടി കിട്ടിയത് ഒരേ കടയിൽ നിന്ന് രസിച്ച് ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീറിന് ടിംബക്റ്റ് കൊണ്ടുപോയിരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് വീർ? ഇപ്രാവശ്യം നിന്നെ ഞാൻ 1000 കിലോമീറ്റർ ദൂരത്തേക്ക് പറഞ്ഞയക്കും. നോക്കിക്കോ. അവൻ അത്രയ്ക്ക് ധിക്കാരമോ? വാ ചുൽബിൾ, നമുക്ക് അവനൊരു പണിയെടുക്കാം. ഷെടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്ത് മാജിക്കാ? ബോസ്, ഇവിടെ ഭയങ്കര മാജിക് നടക്കാണ് ബോസ്. അപ്പൂപ്പ, എന്റെ വെയിറ്റ് ടോട്ടലി കുറഞ്ഞിരിക്കുകയാണ്. എന്റെ ലേസർ ബീമും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. വീർ, നിന്റെ ലേസർ ബീമും മറ്റ് എക്യുപ്മെന്റ്സും എല്ലാം ഇപ്പൊ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ജെറ്റ് പാക്ക് മാത്രം റെഡിയാക്കിയാ മതി. 1 മിനിറ്റ് നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും മോനെ. അല്ല, നിന്റെ ബോഡി വെയിറ്റ് എങ്ങനെയാ കുറഞ്ഞു പോയത് മോനെ? നിന്റെ ഹെൽമെറ്റിൽ ഈ സ്റ്റിക്കർ എങ്ങനെയാ വന്നത്? അപ്പൂപ്പ, എനിക്ക് എന്റെ വെയിറ്റ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ദേ കണ്ടില്ലേ, ഞാനിപ്പോ തറയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റിക്കർ കാരണമായിരിക്കും എന്റെ വെയിറ്റ് ലോസ് ആയത്. അപ്പൂപ്പ, എത്രയും പെട്ടെന്ന് എന്റെ ജെറ്റ് പാക്ക് റെഡിയാക്കിത്താ. ചിണ്ടു, നിന്റെ ഈ മാജിക് ഒന്ന് നിർത്ത്. മതി. എന്റെ കൂടെ ജിന്നുള്ള കാര്യം വേറെ ആരും അറിയരുത്. എത്രയും പെട്ടെന്ന് എല്ലാം നോർമലാക്കി മാറ്റ്. ഇപ്പോഴാണ് ഞാനൊന്ന് രസിച്ച് കളിക്കാൻ തുടങ്ങിയത്. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൂപ്പ, സ്റ്റിക്കർ. ആ വെയിറ്റ് ലോസ് ചെയ്യുന്ന സ്റ്റിക്കർ എവിടെയാ ഉള്ളത്? കൊള്ളാം വീർ, നല്ല ആശയം. വാ മോനെ, ഞാനിപ്പോ നിന്റെ ജെറ്റ് പാക്ക് റെഡിയാക്കി തരാം. ഹായ് എമിലി. ഇനി നിന്റെ കാര്യം എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അവരങ്ങ് പോയില്ലേ? ഇനി നിന്നെ ആരാണ് രക്ഷിക്കാൻ വരുന്നത്?